ചെയ്ത് വയ്ക്കാം. എക്കണോമി വാസ് ലാർജ്ലി ബേസ്ഡ് ഓൺ സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ. അന്നത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവർ ഉണ്ടാക്കുക, സർപ്ലസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കുക. സർപ്ലസ് പ്രൊഡക്ഷൻസ് വെയർ ട്രേഡഡ്, അത് കച്ചവടത്തിനായിട്ട് യൂസ് ചെയ്യും. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഇവർ എന്ത് ചെയ്യാറുള്ളൂ. ട്രേഡ് സ്റ്റാർട്ട് ചെയ്തു എന്നേ പറഞ്ഞോളൂ അല്ലേ, ട്രേഡ് സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ കൂടുതലും സബ്സിസ്റ്റൻസ് ബേസ്ഡ് ആയിട്ടായിരുന്നു എക്കണോമി ഉണ്ടായിരുന്നത്. ഹണ്ടിങ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്, ഫിഷിംഗ് ഉണ്ട്, സ്റ്റോക്ക് റേസിംഗ് ഉണ്ട് അല്ലേ, ആനിമൽ ഹസ്ബൻഡറി അതൊക്കെ ഉണ്ട് ഈ കാലഘട്ടങ്ങളിൽ. അതുപോലെ തന്നെ കൾട്ടിവേഷൻ്റെ കോണ്ടെക്സ്റ്റ് പറയുമ്പോൾ ജും കൾട്ടിവേഷൻ ആണ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ചും എന്ന് പറഞ്ഞാൽ സ്ലാഷ് ആൻഡ് ബേൺ കൾട്ടിവേഷൻ, എ കൈൻഡ് ഓഫ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ. ഇന്നും പറഞ്ഞ് കേൾക്കാറുള്ള ടേം ആണല്ലേ ജും കൾട്ടിവേഷൻ. പഞ്ചാബിലും ഹരിയാനയിലും നോർത്ത് ഈസ്റ്റിലൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് നമ്മളൊരു സ്ഥലത്ത് കൃഷി ചെയ്തു എന്ന് വിചാരിക്കാം. ഓക്കെ, കുറേ നാൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ സോയിലിൻ്റെ ക്വാളിറ്റി എന്ത് ചെയ്യാം, ഫെർട്ടിലിറ്റി എന്ത് ചെയ്യാം, കുറയാം. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ വിളവെടുപ്പെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളത് കത്തിച്ച് കളയും, ആ ഒരു ലാൻഡ് കത്തിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയി വീണ്ടും കൃഷി ആരംഭിക്കും. കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ കത്തിച്ച സ്ഥലം ഉണ്ടല്ലോ അവിടെ വീണ്ടും ഫെർട്ടിലിറ്റി വന്നു തുടങ്ങും, വീണ്ടും സോയിൽ ഫെർട്ടൈൽ ആവും, വീണ്ടും നമ്മൾ തിരിച്ചിവിടെ തന്നെ വരും. ഇതിനാണ് സ്ലാഷ് ആൻഡ് ബേൺ കൾട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, നശിപ്പിക്കുക അല്ലേ, കൾട്ടിവേഷൻ്റെ കാലഘട്ടം കഴിഞ്ഞാൽ വിളവെടുപ്പ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ കത്തിച്ച് കളയാം. എ കൈൻഡ് ഓഫ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ. അപ്പോൾ ഇത്തരം സ്ലാഷ് ആൻഡ് ബേൺ കൾട്ടിവേഷന് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് പറയുന്ന പേരാണ് ജും കൾട്ടിവേഷൻ എന്ന് പറയും. ഇന്നും ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. ചില കോണ്ടെക്സ്റ്റുകളെങ്കിലും പറയാറുണ്ട്, നമ്മൾ ഡൽഹിയിലെ പൊല്യൂഷൻ ഉണ്ടല്ലോ, എയർ പൊല്യൂഷൻ, ഡൽഹിയിലെ എയർ പൊല്യൂഷനെയൊക്കെ വൺ ഓഫ് ദി പ്രൈമറി റീസൺ ആയിട്ട് ജും കൾട്ടിവേഷൻ്റെ കോണ്ടെക്സ്റ്റ് പറയും. ഈ പഞ്ചാബിലും ഹരിയാനയിലൊക്കെ കത്തിച്ചു വിടുന്ന സംഭവങ്ങൾ ഡൽഹിയിലേക്ക് പോകുന്നു എന്നൊക്കെയാണ് ഒരു തിയറി, ഒരു കോൺസ്പിറസി ആണ് ശരിക്കും പറഞ്ഞാൽ. എവിഡൻസ് ഒന്നും കിട്ടിയിട്ടില്ല. ക്യാൻ ബി വൺ ഓഫ് ദ റീസൺ ബിഹൈൻഡ് ദി ഡൽഹീസ് എയർ പൊല്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അതുപോലെ ഇറിഗേഷൻ, കാരണം ഈ സമയത്തൊക്കെ അഗ്രികൾച്ചർ വലിയൊരു ഇമ്പോർട്ടൻസ് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അഗ്രികൾച്ചർ ഫ്ലറിഷ് ചെയ്യണമെങ്കിൽ ഇറിഗേഷൻ വേണം, ഈ ഹാർവെസ്റ്റിംഗ് ഇങ്ങനെയുള്ള പരിപാടികളുടെ തുടക്കം കുറിക്കുന്നതും ചാൽക്കോളിത്തിക് ഫേസിലാണ്. ഓക്കെ, നോട്ട് ചെയ്ത് വച്ചേക്കാം. നോക്കിയേ, ബ്രോൺസ് ആൻഡ് കോപ്പർ ടൂൾസ് ഒക്കെ മനുഷ്യർ ഉപയോഗിക്കുന്നുണ്ട്. മെറ്റൽ സ്മെൽട്ടറി ആരംഭിക്കും, മെറ്റൽസ് പ്യൂരിഫൈ ചെയ്യാനും അതിനകത്തുള്ള ഡേർട്ടും മറ്റുമെല്ലാം റിമൂവ് ചെയ്യാനും സ്ലഗൊക്കെ റിമൂവ് ചെയ്യാനൊക്കെ ഇവർ ശ്രമിക്കുന്നുണ്ട്. ചെറിയ വാളും മെറ്റൽസ് കൊണ്ടിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയതെല്ലാം ഈ ഒരു ചാൽക്കോളിത്തിക് കാലഘട്ടങ്ങളാണ്. പ്രധാനപ്പെട്ട ചാൽക്കോളിത്തിക് കൾച്ചേഴ്സ് ഇന്ത്യയിൽ എവിടെയൊക്കെയാണ് ഉണ്ടായിരുന്നത്? ഒന്ന്, അഹർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, നമ്മുടെ രാജസ്ഥാന്റെ ഭാഗമാണ്. ഞാൻ കാണിച്ചുതരാം, മാപ്പിൽ കാണിച്ചുതരാം. അഹർ കൾച്ചർ, കയാത്ത കൾച്ചർ, മാൽവ കൾച്ചർ, സബൽഡ കൾച്ചർ, ജോർവേ, പ്രഭാസ്, രംഗ്പൂർ, ഇങ്ങനെ ഇന്ത്യയിലെ പല സ്ഥലങ്ങൾ ബേസ് ചെയ്ത് ഇതൊക്കെ കൾച്ചർ എന്ന് പറയുന്നുണ്ടെങ്കിലും ഓരോ ലൊക്കേഷൻ കാരണം പറയുന്ന പേരാട്ടോ. അഹർ എന്ന് പറയുന്ന സ്ഥലത്ത് ചാൽക്കോളിത്തിക് കൾച്ചർ വാസ് ദെയർ, അതുകൊണ്ട് അതിനെ അഹർ കൾച്ചർ എന്ന് വിളിച്ചു. കയാത്ത കൾച്ചറും ഏകദേശം മധ്യപ്രദേശ് രാജസ്ഥാൻ ഭാഗമായിട്ട് വരും, അവിടെയും ഒരു കൾച്ചർ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ സ്ഥലങ്ങൾ വെച്ചിട്ട് ഓരോരോ കൾച്ചറുകൾ പറയുകയാണ്. നോക്കി, കാലഘട്ടങ്ങൾ തമ്മിലും ചെറിയ വ്യത്യാസമുണ്ട്. ചിലതൊക്കെ ആണെങ്കിൽ 2800 ആരംഭിച്ചിട്ട് 1500 അവസാനിച്ച്, എസ്പെഷ്യലി അഹർ. പക്ഷെ നോക്കി, മാൽവ കൾച്ചർ നോക്കി 1900 ആരംഭിക്കുന്നത് 1400 അവസാനിച്ചു. ചിലത് 2000 ആരംഭിച്ച് 1400 അവസാനിച്ചു. ഇങ്ങനെ ഓരോ കൾച്ചറിലാണ്, ഓരോ കാലഘട്ടങ്ങളാണ് ഈ കൾച്ചേഴ്സ് ഡെവലപ്പ് ആയിട്ടുള്ളത്. സൈറ്റുകളാണെങ്കിലും എല്ലാം ഒരേ ടൈമിൽ, ഒറ്റ ടൈമിൽ തന്നെ വന്നിട്ടുള്ളതായിരിക്കില്ല. ഓരോ സമയത്തായിരിക്കും അത് അതിൻ്റെ പീക്കിലേക്ക് എത്തിയിട്ടുണ്ടാവുക. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു മാപ്പ് കാണിച്ചു തരാം. നോക്കി, ഇത് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ചാൽക്കോളിത്തിക് സൈറ്റിന്റെ മാപ്പാണ്. നോക്കി, ഇതാണ് അഹർ എന്ന് പറയുന്നത്. ദിസ് ഇസ് അഹർ കൾച്ചർ. ഇവിടെ എഴുതിയിട്ടുണ്ട് AHAR, അഹർ. ഇത്രയും ലൊക്കേഷൻ രാജസ്ഥാന്റെ ഭാഗമാണ് അഹർ കൾച്ചർ എന്ന് പറയാം. അതിന് കുറച്ചുകൂടെ താഴെയായിട്ട് ഈ ഭാഗങ്ങളാണ് കയാത്ത കൾച്ചർ, KAYATHA, കയാത്ത. പിന്നെ ഇതാ ഗുജറാത്തിന്റെ ഭാഗത്ത് ഇതാണ് പ്രഭാസ്, ഇതാണ് രംഗ്പൂർ, പ്രഭാസ്, രംഗ്പൂർ. പിന്നെ ഇതാ ഇവിടെ മഹാരാഷ്ട്രയുടെ ഭാഗത്ത് ജോർവേ കൾച്ചർ, JORWE, ജോർവേ. പിന്നെ ഇതാ ഇവിടെ കുറേ ഉണ്ട്, ഇനാം ഗാവൺ ഉണ്ട്, ബ്രഹ്മഗിരി ഉണ്ട്, കോൾഡീവ, ഓക്കെ, കുറേ സ്ഥലം. ഗണേശ്വർ,
ഗണേശ്വർ എന്ന സ്ഥലമുണ്ട്, ഗണേശ്വർ ജോധ്പുര, ഇവിടെയൊക്കെയാണ് സവൾഡ കൾച്ചർ വരിക, സവൾഡ കൾച്ചർ. ഇങ്ങനെ കുറെ ഈ ഭാഗങ്ങൾ മാൽവ കൾച്ചർ ഉണ്ട്, മാൽവ, സവൾഡ. ഓക്കെ, ഇങ്ങനെ പല ഭാഗത്തും പല പല ലൊക്കേഷൻ ബേസ് ചെയ്ത് കൾച്ചേഴ്സ് വന്നിട്ടുണ്ട്. ഞാൻ എഴുതിയിരിക്കുന്ന ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. Okay, this is Ganeshwar. This is Ahar culture, Kayatha culture, Prabhas culture, Rengpur culture, Jorwe culture. Okay. പിന്നെ ഇവിടെ തന്നെ സവൾഡ കൾച്ചർ, നമ്മുടെ ഈ ഒരു ഭാഗത്ത് തന്നെ സവൾഡയുണ്ട്. അതുപോലെ ഈ ഭാഗത്ത് മാൽവ കൾച്ചർ ഉണ്ട്. ഇതെല്ലാം ഈ ലൊക്കേഷനിലായിട്ട് നമ്മുടെ രാജസ്ഥാൻ മധ്യപ്രദേശ് ഭാഗങ്ങളിൽ ഇവിടെയാണ് ഈ മാൽവ കൾച്ചർ, സവൾഡ കൾച്ചർ ഒക്കെ നിലനിൽക്കുന്നത്. ഇങ്ങനെ പല സ്ഥലങ്ങൾ ബേസ് ചെയ്തുകൊണ്ട് എന്തുണ്ട്, ചാൽക്കോളത്തിക് സൈറ്റുകൾ ഉണ്ടായിരുന്നു. എപ്പോഴും നോട്ട് ചെയ്ത് വെക്കുക, ഞാൻ നിങ്ങളോട് പറഞ്ഞു ചാൽക്കോളത്തിക് പ്രീ ഹരപ്പൻ ഫേസിൽ ഡെവലപ്പ് ആയിട്ടുണ്ട്, ഹരപ്പൻ കാലഘട്ടത്തിലൂടെയും കടന്നു പോയിട്ടുണ്ട്, പോസ്റ്റ് ഹരപ്പൻ ഫേസിലും കാണാൻ പറ്റും. എന്ന് വെച്ചാൽ ഈ ചാൽക്കോളത്തിക് കാലഘട്ടത്തിലെ ഒരു മിഡ് ഫേസ് എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഈ ഭാഗത്ത് ഇൻഡസ് വാലി സിവിലൈസേഷൻ ഡെവലപ്പായി തുടങ്ങിയിട്ടുണ്ട് അല്ലേ. 3300 BC ഇൻഡസ് വാലി സിവിലൈസേഷന്റെ സ്റ്റാർട്ടിങ്. അപ്പോൾ ഇത്തരം കൾച്ചേഴ്സ് ഈ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന അതേ സമയത്ത് തന്നെ ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ ഭാഗത്ത് ഇൻഡസ് വാലി സിവിലൈസേഷൻ ഉണ്ടായിരുന്നു, ഹാരപ്പൻ സിവിലൈസേഷൻ ഉണ്ടായിരുന്നു. അവർ പക്ഷേ 3300 ആരംഭിച്ചെങ്കിലും എപ്പോഴേ അവസാനിച്ചു, 1800 BC അടുപ്പിച്ചപ്പോൾ തന്നെ പതുക്കെ ദേ സ്റ്റാർട്ടഡ് ടു ഡിക്ലൈൻ. പക്ഷെ അതിനുശേഷവും ഈ കൾച്ചേഴ്സ്, ചില കൾച്ചേഴ്സ് ഒക്കെ അവിടെ ഉണ്ട് 1800 ശേഷവും. പ്രീ ഹരപ്പൻ, സെയിം പീരീഡ്, പോസ്റ്റ് ഹരപ്പൻ, 3 കാലഘട്ടത്തിലെയും നമുക്ക് എവിഡൻസുകൾ ഇത്തരം സൈറ്റുകളിൽ നിന്ന് കാണാൻ കഴിയും. സോ ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്ത്. ഇതോടുകൂടി നമ്മൾ പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ അവസാനിച്ചിട്ടുണ്ട്. നമ്മൾ പ്രധാനപ്പെട്ട 4 കാലഘട്ടങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്: പാലിയോളിത്തിക്, മീസോളിത്തിക്, നിയോളിത്തിക്, ചാൽക്കോളിത്തിക്. ഈ അയണേജ് കാലഘട്ടം നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കുന്നുണ്ടാകും. വേദിക് കാലഘട്ടങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ അവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.